അളിയൻ ഇന്ന് ഗൾഫിൽ പോവാണ്. അപ്പോൾ അളിയന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അളിയൻ വാങ്ങിയ ബീഫാണെങ്കിലും ഒന്ന് അടിപൊളിയായിട്ടൊന്ന് റോസ്റ്റാക്കി കൊടുക്കാമെന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ച ബീഫാണ് ഇട്ടത്. ബീഫിൻ്റെ നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവയും കുറച്ച് കടുകും കുറച്ച് നല്ലപോലെ കുറച്ചല്ല കേട്ടോ, നല്ലപോലെ ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല വാട്ടിയെടുത്തത്. നല്ലോണം വാടി വരണം കേട്ടോ. വാടി വന്നതിന് ശേഷം മൂത്ത് വന്ന് നമ്മൾ ഉള്ളിൻ്റെ അകത്തേക്ക് ഇടിച്ച കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെ ഇടിച്ച കുരുമുളക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്ലേവർ വേറെ തന്നെ കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ അകത്ത് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീട്ടിൽ തന്നെ ഉള്ള കുരുമുളക് കുത്തിയിടുമ്പോൾ അതൊരു വേറെ സുഖമാണ്. ഇത് തുടച്ചിടും. ഓക്കെ. ഇപ്പം നമ്മളെ ബീഫ് മസാല കേട്ടോ, നല്ല ബീഫ് മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നല്ല വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കണം. ബീഫ് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ഓടിൻ്റെ ഉരുളിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഓടിൻ്റെ ഉരുളി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളോട് അലൂമിനിയത്തിൻ്റെ ഉരുളി ഉപയോഗിക്കുന്നത്. നല്ല വിറക് വെയിൽ ഓട്ടുരുളിയിൽ വേവിച്ചെടുക്കുമ്പോൾ വരട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതൊരു വേറെ ലെവലായിരിക്കും കേട്ടോ. നമ്മുടെ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ സെറ്റായി ഇങ്ങനെ വരുന്നുണ്ട്. എന്തൊരു മണം അത്. ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ വരട്ടി ഇങ്ങനെ എടുക്കണം കേട്ടോ. ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവണം. വെള്ളം ഡ്രൈ ആയാലാണ് മെയിൻ ലക്ഷ്യം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് തോന്നും ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത് തിന്നാനൊക്കെ ചോറാഴ്ചയൊക്കെ തോന്നാൻ പാടുമോ? ഉണ്ടോ കസറ്റാ? പെർഫെക്റ്റാ. ഇതിൽ കൂടുതൽ മസാല ഇട്ടാ ചീത്തയായി പോലെ. കൂടുതൽ മസാല ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കല്ലുമ്മക്കായി ഫ്രൈ കേട്ടോ. പച്ച കല്ലുമ്മക്കായി ഇറന്ന് മസാലയൊക്കെ ഇട്ട് നല്ല ചട്ടിയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ആവശ്യപ്പെട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പിന്നെ മക്കളെ നമ്മളെ ബീഫ് വരട്ടി നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഒരു ഇല വാട്ടിയെടുത്ത് പേപ്പറിൽ വെച്ച് ഫോൾഡ് ചെയ്ത് അളിയനെ യാത്രയാക്കി. നല്ല അടിപൊളി സൂപ്പർ സാധനമാണെന്ന് ഓൾറെഡി അളിയൻ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം റിവ്യൂ അറിയിച്ചിരുന്നു. ഗൾഫിലേക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലും ചെറിയ യാത്രകൾ വൺ ഡേ ടൂറൊക്കെ പോകുമ്പോൾ നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട.